ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖാംനെയുടെ പിൻഗാമിയായി മകൻ മുജ്തബ ഖാംനെയി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റു. 56-കാരനായ മുജ്തബയുടെ നിയമനം ഇറാന്റെ ഉന്നതാധികാര സമിതിയായ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. എന്നാൽ സ്ഥാനാരോഹണത്തിന് പിന്നാലെ മുജ്തബ ഖാംനെയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ദുരൂഹതയും അഭ്യൂഹങ്ങളും ശക്തമായി പ്രചരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഫെബ്രുവരി 28-നാണ് അലി ഖാംനെയി കൊല്ലപ്പെടുന്നത്. ഇതിന് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇറാന്റെ പരമാധികാര പീഠത്തിലേക്ക് മുജ്തബ എത്തുന്നത്. ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ മുജ്തബയെ വിശേഷിപ്പിച്ചത് ജാൻബാസ് ഓഫ് റമലാൻ അഥവാ റമലാനിലെ പരുക്കേറ്റ പോരാളി എന്നാണ്. നിലവിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ നടക്കുന്ന പോരാട്ടത്തെ റമലാൻ യുദ്ധം എന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത്. ഈ യുദ്ധത്തിൽ ശത്രുവിൻ്റെ ആക്രമണത്തിൽ മുജ്തബയ്ക്ക് പരിക്കേറ്റതാകാം ഈ വിശേഷണം സൂചിപ്പിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും മുജ്തബ ഇതുവരെ പൊതുവേദിയിലോ ഔദ്യോഗിക ചാനലുകളിലോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഫോട്ടോയോ വീഡിയോയോ പ്രസ്താവനകളോ പുറത്തു വരാത്തത് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റെന്ന സംശയം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ 1980-കളിൽ ഇറാൻ ഇറാഖ് യുദ്ധകാലത്തെ അദ്ദേഹത്തിൻ്റെ സേവനത്തെ മുൻനിർത്തിയുള്ള ബഹുമതിയാകാം ഇതെന്നും ചില നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അലി ഖാംനെയുടെ 6 മക്കളിൽ രണ്ടാമനാണ് മുജ്തബ. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇദ്ദേഹം ഒരു തീവ്ര നിലപാടുകാരനായാണ് അറിയപ്പെടുന്നത്. മുജ്തബയുടെ നിയമനത്തെ അംഗീകരിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരുന്ന ഒരാളെയാണ് ആവശ്യമെന്നും മുജ്തബ തങ്ങൾക്ക് സ്വീകാര്യനല്ലെന്നുമാണ് ട്രംപ് പറഞ്ഞത്. പുതിയ നേതാവിനെ വധിക്കാനുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന സൂചനയാണ് ഇസ്രായേലും നൽകുന്നത്. ഇതോടെ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുമോ എന്ന സംശയങ്ങളാണ് ഉയരുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.